അവിടെ ചെന്ന് നല്ലൊരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശുണ്ടാക്കാം. ആ കാശ് കൊണ്ടുള്ള കടമെല്ലാം തീർത്തിട്ട് ബാക്കി കാശ് തൊട്ട് ഇങ്ങോട്ട് വന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ബിസിനസ് നമുക്ക് കൊടുക്കണം. ഗൾഫിൽ പോയി അടിമപ്പണി എടുക്കുന്നത് ഞാനാ? എൻ്റെ പൊന്ന് വിഞ്ചേട്ടോ, ചെറുതാണെങ്കിലും ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിൽ പതിവാണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നവൻ ഒരു ദിവസം വിജയിക്കും. എൻ്റെ ദിവസവും വരും. നിങ്ങൾ നോക്കൂ. ഈ കപ്പുറത്തും കാവറത്തും പറ്റിട്ടില്ലേ നടക്കും. കാശ് കടം ചോദിക്കരുത്. 10 പൈസ എൻ്റെ കയ്യിൽ. അല്ല, അതിനല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ. എന്ത് കാറാ? അല്ല, ബൈക്കാ. പഠിപ്പിക്കാല്ല. ഞാൻ ഈ ഫുഡിയുടെ പരിപാടി ഒന്ന് സെറ്റ് ആക്കി. അതിനാണ് എടുക്കുമ്പോ 2 എടുക്ക്. അപ്പൊ ഒറ്റ മെനക്കേടി പരിപാടി കഴിയും. കാശില്ലാ വേണ്ട, തൽക്കാലം 2 മാത്രം മതി. ശരി. അതെ, ഈ ടീച്ചർ എവിടെയാ? ഇതാ അവിടെയുണ്ട്. കേറിക്കോ. ക്ലച്ച് പയ്യെ വിടണേ. അതെ, നേരെ. ഹലോ, ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഓ, താനാണല്ലേ ആശാൻ പറഞ്ഞ പുതിയ സ്റ്റുഡന്റ്. മര്യാദക്ക്. ഹലോ, വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നേരെ നേരെ. ഇത് ഒഴിഞ്ഞു പോണം. 4 വീലറിന് പോകേണ്ടവരൊക്കെ പൊക്കോട്ടാ. അപ്പൊ ഞാനാ? താ ഇവിടെ നിൽക്ക്. ക്ലച്ച് ഓഫ് ചെയ്യ്. ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ. മാറി. അല്ല, എങ്ങോട്ടാ? വണ്ടി ഓടിക്കുക. ആദ്യം തള്ളി പഠിക്ക്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്. എന്റെ പൊന്നെ, ഇന്നേ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ചു. എന്താ ചിരിക്കാത്ത? ഓ, എനിക്കതിന് വലിയ കോമഡി ഒന്നും തോന്നിയില്ല. കൊച്ചു നമ്മൾ കാരണം അവനല്ലേ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ പകയല്ല വേണ്ടത്, ഹെൽപ്പ്. ടീച്ചറെ, ചേച്ചി. ഓ, ആ രാജേഷ് ഇല്ല അവിടെ? അറിഞ്ഞില്ലേ? എന്ത് പറ്റി? ഹെൽത്തുകാർ വന്നേ എല്ലാം പൂട്ടിക്കെട്ടി. ഇപ്പൊ വലവലിക്കില്ല പണി. കണ്ടക്കളവിലേക്കാനും കാണും. അവിടെ വേറെ ആരുമില്ലേ? അവന് തന്നെല്ലാം ചെത്തിട്ടേ കൊറേ നാളായി. നീർക്കൂണൻ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്. ഇങ്ങ് വന്നേ മോനെ, ഇങ്ങ് വാ. പലഹാരം ഉണ്ടാക്കലൊക്കെ നിർത്തിയോ? കമ്പനിക്ക് ചീത്തപ്പേരായതുകൊണ്ട് കച്ചവടം തൽക്കാലത്തേക്ക് നിർത്തി. അതുകൊണ്ട് ബോർമ പൂട്ടി. വൈകാതെ പുതിയ പേരിട്ട് തുടങ്ങണം. കൈപുണ്യം അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്നവനും കൊടുക്കുന്നവനും ഇന്ന്
ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല കാലം വരും മോനെ. പറഞ്ഞു മാപ്പ്. പിന്നെ എപ്പോഴും ഞാൻ മാപ്പൊന്നും പറയൂല. ഏ ഓരുന്ന വഴിക്കെല്ലാം സമ്മതിച്ചാണേ പറയടി. സോറി, ഞാൻ ഇനി വണ്ടി തള്ളിക്കില്ല. നാളെ തൊട്ട് ക്ലാസ്സിന് വരണം. എല്ലാം ഒന്നേ നമുക്ക് തുടങ്ങാം. ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്.